ഒരു പ്രൊഫഷണൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാം. ചിത്തിര വിമൻസ് അക്കാദമി. ചിത്തിര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. ഒറ്റപ്പാലം നഗരസഭാ ഉപാധ്യക്ഷനായി കെ രാജേഷ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒറ്റപ്പാലം നഗരസഭയുടെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് 19 വോട്ടുകളോടെ കെ രാജേഷ് ഉപാധ്യക്ഷനായി. ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് 3 മുന്നണി പ്രതിനിധികളും മത്സരിച്ചിരുന്നു. CPM-ന്റെ രാജേഷിന് പുറമെ UDF-ന്റെ PMA ജലീൽ, BJP-യുടെ മണികണ്ഠൻ എന്നിവരും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചു. ആദ്യഘട്ടത്തിൽ ഏറ്റവും കുറവ് വോട്ട് നേടിയ PMA ജലീൽ 3-ാം സ്ഥാനത്തേക്ക് തള്ളി. രണ്ടാം ഘട്ടത്തിൽ മത്സരിച്ച മണികണ്ഠന് 12 വോട്ടും രാജേഷിന് 19 വോട്ടും ലഭിച്ചു. UDF-ന്റെ 8 വോട്ടുകൾ അസാധുവായി. ഇതോടെ രാജേഷ് വീണ്ടും ഒറ്റപ്പാലം നഗരസഭ ഉപാധ്യക്ഷനായി. തെരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറുപുറത്തുനിന്ന് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒറ്റപ്പാലത്തിൻ്റെ വികസനത്തിന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഇടപെടൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. 5 വർഷക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച, നിങ്ങളെല്ലാവരും ഉയർത്തിപ്പിടിച്ച കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുക.